ഹലോ എവരി വൺ, വെൽക്കം ടു വഞ്ചിനാട് കിച്ചൻ. ഐ എം ഷെഫ് പിനോജ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഈസ്റ്റർ സ്പെഷ്യൽ ഒരു താറാവ് റോസ്റ്റ് ആണ്. അതെങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. താറാവ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം. 1.5 കിലോ താറാവുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. താറാവ് റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. പാൻ നന്നായിട്ട് ചൂടായാലുടൻ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയാണ് താറാവ് റോസ്റ്റിന് നല്ലത്. വളരെ കുറച്ച് എണ്ണയെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. താറാവ് കറി വെക്കുമ്പോൾ താറാവിൻ്റെ നെയ്യ് ഇറങ്ങും, അതിനാണ് ഞാൻ കുറച്ച് എണ്ണ യൂസ് ചെയ്തിരിക്കുന്നത്. എണ്ണയൊന്ന് ചൂടായാലുടൻ സ്പൈസസ് ചേർക്കാം. കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, തക്കോലം ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയാലുടൻ നീളത്തിലരിഞ്ഞിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർക്കാം. തേങ്ങാക്കൊത്ത് താറാവ് റോസ്റ്റിന് നല്ലൊരു കോമ്പിനേഷനാണ്, അതിനാണ് നമ്മൾ തേങ്ങാക്കൊത്ത് ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ കളറൊന്നും അധികം പോകേണ്ട കാര്യമില്ല, അതുപോലെ തന്നെ ഇരിക്കുന്നതാണ് കാണാൻ തന്നെ രസം. അതിലേക്ക് 2 വറ്റലമുളകും 5 പച്ചമുളകും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ചേർക്കാം. കുഞ്ഞുള്ളി താറാവ് റോസ്റ്റ് നല്ലൊരു ടേസ്റ്റ് വരും, അതിനാണ് നമ്മൾ കുഞ്ഞുള്ളി ചേർക്കുന്നത്. ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം. കുഞ്ഞുള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 സവോള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ ക്രഷ് പെപ്പർ ചേർക്കാം. താറാവ് റോസ്റ്റിന് കുരുമുളക് അസാധ്യ ടേസ്റ്റ് തരും, അതിനാണ് നമ്മൾ കുരുമുളക് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. പച്ചമുളകും കുരുമുളകും താറാവ് റോസ്റ്റിന് ആവശ്യത്തിന് എരി തരും. കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർക്കാം. നിങ്ങളുടെ എരിവിൻ്റെ ഇഷ്ടം അനുസരിച്ച് മുളക് പൊടിയുടെ എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ചെറുതീയിൽ മസാല നന്നായിട്ട് ചൂടാക്കിയെടുക്കണം, അതിൻ്റെ പച്ചച്ചോവ മാറുന്നിടം വരെ. മസാല നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന താറാവ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല താറാവിലേക്ക് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചേർക്കാം. ഞാൻ 2 തക്കാളിക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒരടപ്പ് വെച്ച് അടച്ച് ചെറുതീയിൽ വെച്ച് വേവിച്ചെടുക്കാം. താറാവിന് അല്പം വേവ് കൂടുതലാണ്. ചെറുതീയിലിരുന്ന് മസാലയിലിരുന്ന് വെന്ത് വരണം. ചെറുതീയിലിരുന്ന് വെന്താലേ താറാവിൽ മസാലയൊക്കെ പിടിക്കത്തുള്ളൂ. താറാവ് പകുതി വേവായിട്ടേ ഉള്ളൂ. ഒരു 20 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിക്കാം. അടപ്പ് തുറന്ന് താറാവ് കറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ 50 ഗ്രാം കാഷ്യൂനട്ട് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കാഷ്യൂനട്ട് അരച്ച് ചേർക്കുമ്പോൾ താറാവ് കറിക്ക് നല്ലൊരു കൊഴുപ്പും അസാധ്യ ടേസ്റ്റും ആകും, അതിനാണ് നമ്മൾ കാഷ്യൂനട്ട് അരച്ച് ചേർക്കുന്നത്. താറാവ് റോസ്റ്റ് കോട്ടയംകാരുടെയും ആലപ്പുഴക്കാരുടെയും ഒരു തനതായ വിഭവമാണ്. അടിപൊളി ടേസ്റ്റാണ്. താറാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. താറാവിൻ്റെ നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചാറൊക്കെ കുറുകി താറാവിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് ലയിച്ച് ചേർന്നിട്ടുണ്ട്. താറാവൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഗ്രേവി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഏലക്കാപ്പൊടി ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറും കിട്ടും, അതിനാണ് നമ്മൾ ഏലക്കാപ്പൊടി ചേർക്കുന്നത്. ഏലക്കാപ്പൊടി ചേർത്ത് 5 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. താറാവ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്യാം. താറാവ് റോസ്റ്റ് ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് പാലപ്പം കൂടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കാഷ്യൂനട്ടൊക്കെ അരച്ച് ചേർത്തപ്പോൾ കറിയുടെ ടേസ്റ്റേ മാറിപ്പോയി. അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് നല്ല ടേസ്റ്റിൽ കഴിക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡിഷാണ് താറാവ് റോസ്റ്റ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് മെസ്സേജ് അയക്കണം. ഈസ്റ്റർ തലേന്ന് വീട്ടിലൊരു ആഘോഷം തന്നെയായിരിക്കും. മക്കളെയും കൊച്ചുമക്കളെയും കൂട്ടി കാർന്നൊരു പള്ളിയിലൊരു പോക്കുണ്ട് പാതിരാ കുർബാനയ്ക്ക്. 50 ദിവസത്തെ നോയമ്പ് വീടാൻ വേണ്ടി മക്കളും കൊച്ചുമക്കളും കാർന്നവന്മാരും എല്ലാവരും കൂടി ഒരാഘോഷം തന്നെയായിരിക്കും വീടുകളിൽ. തേങ്ങാക്കൊത്ത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇടാം. തേങ്ങാക്കൊത്ത് വറക്കുമ്പോൾ അധികം വറക്കാതെ ശ്രദ്ധിക്കുക. ആ നേരിയ വെള്ള കളറോടുകൂടി കിടക്കുന്ന കാണാനാണ് ചന്തം. താറാവ് റോസ്റ്റ് പാലപ്പത്തിന് മാത്രമല്ല, ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡിഷാണ് താറാവ് റോസ്റ്റ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് വജനാട് കിച്ചൻ, ഇൻസ്റ്റഗ്രാം ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം. അടുത്ത ദിവസം കിടിലൻ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. ബൈ ടുഡേ. താങ്ക് യു വെരി മച്ച്.